ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടെ, നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ, നിങ്ങളുടെ കൂടപ്പിറപ്പുകളുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഓരോ പ്രാർത്ഥനയും നിങ്ങൾക്ക് ബലവും ശക്തിയും ഓജസ്സും പ്രചോദനവും നൽകുന്നു എന്ന് അറിയാൻ കഴിഞ്ഞതിൽ ഈശോയുടെ നാമത്തിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഓരോ രാത്രിയും ഓരോ പകലും ദൈവത്തിൻ്റെ ദാനമാണ്. എപ്പോഴൊക്കെ നിൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നോ അപ്പോഴെല്ലാം കർത്താവ് നിൻ്റെ കൂടെയുണ്ടായിരുന്നു. നീ തനിച്ചിരുന്ന് കരഞ്ഞ ഓരോ രാത്രിയും കർത്താവ് നിന്നെ അവിടുത്തെ കൈകളിൽ താങ്ങിയിരുന്നു. നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും കർത്താവിൻ്റെ സന്നിധിയിൽ വിലപ്പെട്ടതാണ്. ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത നിന്റെ കണ്ണുനീർ കർത്താവ് ശേഖരിച്ചിരിക്കുന്നു. നിന്റെ കണ്ണുനീർ നിന്റെ രക്ഷയുടെ, നിന്റെ കുടുംബത്തിൻ്റെ രക്ഷയുടെ കണ്ണുനീരാണ്. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെയാണ് കർത്താവ് നിന്നെ കാത്തു സൂക്ഷിക്കുന്നത്. ഓരോ അനിശ്ചിതത്വവും നീ കാണുമ്പോൾ, ഓരോ പ്രശ്നങ്ങളും നീ അറിയുമ്പോൾ, നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ബലമേറിയ കൈകളിലേക്ക് നീ നോക്കുക. നിന്നെ ലാളിക്കുന്ന, സ്നേഹിക്കുന്ന ആ കണ്ണുകളിലേക്ക്, അവിടുത്തെ കരുണയുടെ കണ്ണുകളിലേക്ക് നീ ശ്രദ്ധിക്കുക. നിനക്ക് സമാധാനത്തോടെ ജീവിക്കാൻ, നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ ആവശ്യമായതെല്ലാം അവിടുന്ന് അനാദികാലം മുതലേ കരുതിയിട്ടുണ്ട്. ഈ രാത്രിയിൽ വിശ്വസിക്കുക, കർത്താവ് നിന്റെ മേൽ കരുതലുള്ള ദൈവം നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. അവിടുന്ന് നിന്നോട് കരുണ കാണിക്കും. നിനക്ക് കിട്ടാതെ പോയ എല്ലാ നന്മകളെയും സന്തോഷത്തെയും സമാധാനത്തെയും കർത്താവ് നൽകിയിരിക്കും. കർത്താവിനു വേണ്ടി കാത്തിരിക്കുക, അവിടുത്തെ അഭയം തേടുക. വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ ദൈവവചനം കേൾക്കാം. നാളത്തെ നിൻ്റെ ആവശ്യങ്ങളെ ഓരോന്നായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കമൻ്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കുന്ന ഓരോ ആവശ്യങ്ങൾക്കു വേണ്ടിയും കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുമുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. കർത്താവ് ഒത്തിരി നിങ്ങളെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തോടെ അവിടുത്തെ വചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 17:5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു, എൻ്റെ പാദങ്ങൾ വഴുതിയില്ല. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ, അങ്ങ് എനിക്ക് ഉത്തരമരുളും. അങ്ങ് ചെവി ചായിച്ച് എൻ്റെ വാക്കുകൾ ശ്രവിക്കണമേ. തൻ്റെ വലത്ത് കൈയിൽ അഭയം തേടുന്നവരെ, ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക, അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ നിന്റെ കാരുണ്യത്തിനും സഹായത്തിനും സ്നേഹത്തിനും സമാധാനത്തിനും സൗഖ്യത്തിനും വേണ്ടി, വിടുതലിനും വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ട ഓരോരുത്തരെയും, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, യുവതി യുവാക്കളെ, കുഞ്ഞുമക്കളെ, വയോവൃദ്ധരെ എല്ലാം ഓരോരുത്തരായി കർത്താവെ നിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ, ഈ രാത്രിയിൽ നിൻ്റെ സന്നിധിയിൽ ഈ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നീ കാണണമേ. അവരുടെ ശരീരത്തിൻ്റെ വേദന നീ കാണണമേ. അവരുടെ കണ്ണുകളിലെ കണ്ണുനീർ നീ കാണണമേ. അവരുടെ ഹൃദയത്തിലെ അസ്വസ്ഥത നീ കാണണമേ. അവരുടെ മനസ്സിലെ വേദനകളെ നീ കാണണമേ.
അവരുടെ ശരീരത്തിലെ ഓരോ രോഗങ്ങളെയും നീ കാണണമേ. കർത്താവേ, അവരുടെ കുടുംബത്തിലെ സന്തോഷമില്ലായ്മയെ നീ കാണണമേ. ദൈവമേ, മക്കളെക്കുറിച്ചുള്ള വേദന നീ കാണണമേ. കർത്താവേ, എല്ലാം നീ അറിയുന്നുവല്ലോ. നിന്റെ സന്നദ്ധിയിൽ ആകാംക്ഷയോടെ നിന്നിൽ അഭയം തേടി പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തെ, ഈ കുടുംബത്തെ, ഈ വ്യക്തിയെ ഇന്ന് രാത്രിയിൽ നിന്റെ ശക്തമായ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കരുണാമയനായ ദൈവമേ, ഇവരോട് കരുണ കാണിക്കണമേ. കർത്താവേ, ഈ മക്കളുടെ പാപങ്ങൾ ക്ഷമിച്ച്, പരാജയങ്ങൾ ക്ഷമിച്ച്, കുറവുകളും തെറ്റുകളും ക്ഷമിച്ച് ഈ രാത്രിയിൽ ഇവരോട് കരുണ കാണിച്ച് സന്തോഷവും സമാധാനവുമുള്ള നല്ല ഒരു ഉറക്കം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇവരുടെ ഓരോ തുള്ളി കണ്ണുനീരിനും നിന്റെ സന്നദ്ധിയിൽ വലിയ വിലയാണ് നീ കൽപ്പിക്കുന്നത് എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമേ, തനിച്ചിരുന്ന് കരഞ്ഞ ഓരോ രാത്രിയും നീ നിനക്കറിവുള്ളതാണല്ലോ. കർത്താവേ, അപ്പോഴെല്ലാം നീ ഞങ്ങളുടെ കണ്ണുനീരൊപ്പാൻ കൂടെയുണ്ടായിരുന്നു. ദൈവമേ, നിന്റെ പരിശുദ്ധ സാന്നിധ്യം അറിയാതെ ഞങ്ങൾ കരഞ്ഞ ദിനരാത്രങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോ പ്രശ്നങ്ങളെയും ഓരോ അനിശ്ചിതത്വങ്ങളെയും കാണുമ്പോൾ ദൈവമേ, ഞങ്ങളെ അലട്ടുന്ന ഭയത്തിൽ നിന്നും, നിരാശയിൽ നിന്നും, വേദനയിൽ നിന്നും, പരിഭ്രമത്തിൽ നിന്നും, ആകാംക്ഷകളിൽ നിന്നും ഈ രാത്രിയിൽ സമ്പൂർണ്ണ വിടുതൽ നൽകി എനിക്ക് വേണ്ടി അനാദി മുതലേ കരുതി വച്ചിരിക്കുന്ന ദൈവത്തിലേക്ക് തിരിയുവാൻ കർത്താവേ, എന്നെയും ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. നീ ഞങ്ങൾക്കു വേണ്ടി കരുതി വച്ചിരിക്കുന്ന നന്മകളെ കാണാൻ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, നിന്നിൽ അഭയം തേടുന്നവരെ ഒരിക്കലും നീ ഉപേക്ഷിച്ചു കളയുകയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ദൈവമേ, അങ്ങയുടെ അത്ഭുത പ്രവർത്തനങ്ങളെ കാണുവാൻ തക്കവണ്ണം, അങ്ങയുടെ അത്ഭുത പ്രവർത്തനങ്ങളെ പ്രകീർത്തിക്കുവാൻ തക്കവണ്ണം ഇന്നും എന്നും ഞങ്ങളുടെ നാവിന് നീ ശക്തി നൽകി ഒരു പുതിയ ജീവിതം കർത്താവിൽ പുനരാരംഭിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളെ നീ അനുഗ്രഹിച്ച് നിന്റെ ചിറകിൻ കീഴിൽ മറച്ച് അസ്വസ്ഥതയുളവാക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ പരിപൂർണ വിടുതൽ നൽകി ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകി, ശത്രുദോഷങ്ങളിൽ നിന്ന് വിടുതൽ നൽകി, ശാപദോഷ ബന്ധനങ്ങളിൽ നിന്ന് രക്ഷ നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ നീ കാത്തു പരിപാലിക്കണമേ, കാത്തുകൊള്ളണമേ. നല്ല ഒരു ഉറക്കം നൽകി കർത്താവിൽ സമാധാനപരമായി ഉറങ്ങാനുള്ള ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, നീ നൽകിയ എല്ലാ കാര്യങ്ങളെയും, എല്ലാ അനുഗ്രഹങ്ങളെയും, സൗഖ്യത്തെയും, വിടുതലിനെയും, രക്ഷയെയും, നീ ഞങ്ങളിൽ ചൊരിഞ്ഞ ഓരോ അത്ഭുത പ്രവർത്തനങ്ങളെയും ഓർത്ത് ഉറങ്ങാൻ മുൻപ് ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രാർത്ഥനയിലുടനീളം കർത്താവിനെ നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന കേൾക്കുക. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും നിങ്ങൾക്കുണ്ടായിരിക്കും. കർത്താവേ, ഈ മക്കളോട് കരുണയുണ്ടാകണമേ. ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിദൂര സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. തടങ്കലിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. പുറം ലോകം കാണാൻ പറ്റാത്ത വിധം അന്ധകാരത്തിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോ മകനെയും മകളെയും ഈ രാത്രിയിൽ ഈ ലോകത്തിൻ്റെ ഏത് കോണുകളിലായിരുന്നാലും, ഏത് സ്ഥലങ്ങളിലായിരുന്നാലും, ഏത് ഭവനങ്ങളിലായിരുന്നാലും, ഏത് സ്ഥലത്തായിരുന്നാലും കർത്താവേ, നീ അവരുടെ കണ്ണുനീരൊപ്പുവാൻ കൂടെയുണ്ടാകണമേ. അവരെ അനുഗ്രഹിക്കണമേ. ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ ശക്തനാക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യം നൽകി ഈ രാത്രിയിൽ നിന്റെ കാരുണ്യത്തിനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന, നിന്റെ നന്മയ്ക്കായി കാത്തിരിക്കുന്നവർക്ക് ഈ രാത്രിയിൽ സന്തോഷത്തിൻ്റെ വക നൽകി സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ.
ബലഹീനരായ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ ആശീർവദിക്കണമേ. നാളെ നല്ലൊരു ദിവസം നീ നൽകുന്നത് സ്വീകരിക്കുവാനായി ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ ഉണർത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഈ സമയം എൻ്റെ കർത്താവേ നിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. കാത്തുകൊള്ളണമേ. ഇന്ന് അവരുടെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം നൽകി അവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ആശ്വസിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവമേ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി, വേദന മറന്ന് നിരാശ കൂടാതെ ഭയം കൂടാതെ കർത്താവ് നിൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യത്താൽ നല്ല ഒരു ഉറക്കം ഈ രാത്രിയിൽ കർത്താവ് നൽകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെത്തിക്കുക. കരയുന്ന കണ്ണുകൾക്ക് ആശ്വാസമായി ഈ പ്രാർത്ഥന എത്തുമ്പോൾ അതിൻ്റെ ഫലം ദൈവം നിങ്ങളെയും അനുഗ്രഹിച്ചിരിക്കും. കർത്താവ് എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.